ചുക്കാൻ പിടിക്കുന്നത്. നമ്മുടെ നാട്ടിൽ വിവേകാനന്ദനെ പോലുള്ള ആൾക്കാരാണ് പ്രാധാന്യം നൽകുന്നത്. ആ ആധുനിക മനഃശാസ്ത്രത്തിന്റെ കണ്ടെത്തൽ വെച്ച് ഓർക്കുക, ഇത് തത്വശാസ്ത്രമല്ല, മനോഹരമായ വാഗ്ധോരണിയല്ല, ഹാർഡ് സയൻസ് ആണ്. അതായത് മെഷർ ചെയ്യാൻ കഴിയുന്ന, തെളിയിക്കാൻ കഴിയുന്ന, പ്രൂവ് ചെയ്യാൻ കഴിയുന്ന, നിങ്ങൾക്ക് 10 മിനിറ്റ് മാറ്റി വെച്ചാൽ നിങ്ങൾ ഏതാണെന്ന് അറിയാൻ കഴിയുന്ന ശാസ്ത്രീയമായ കാഴ്ചപ്പാടിൽ മനുഷ്യരെ 4 ആയിട്ട് തരംതിരിക്കാം. ചില ആൾക്കാർ ഇതിൽ അറിവ് പ്രധാനമുള്ളവരാണ്, ഫാക്ട് ഓറിയന്റഡ് ആണ് എന്ന് പറയും. ചില ആൾക്കാർ ആക്ഷൻ ഓറിയന്റഡ് ആണ്, കർമ്മോത്സുകനാണ്. ചില ആൾക്കാർ കോൺസെപ്റ്റ് ഓറിയന്റഡ് ആണ്, ധ്യാനമോ വിവേകാനന്ദനെതിരെ വിളിക്കുന്ന രാജയോഗ എന്നാണ്, നമുക്ക് സാധാരണ ഭാഷയിൽ ധ്യാനയോഗ എന്ന് വിളിക്കാം. ധ്യാന പ്രധാനമുള്ളവരാണ്. ചില ആൾക്കാർ വൈകാരിക പ്രാധാന്യമുള്ളവരാണ്. ഇത് 4 നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷേ ഏതൊരു മനുഷ്യനും ഇതിൽ 1-2 കാര്യങ്ങൾക്കായിരിക്കും കൂടുതൽ പ്രാധാന്യം ഉണ്ടാകുക. ഇതിനെയാണ് സൈക്കോമെട്രിക് മെഷർമെന്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യൻ പട്ടാളം, ആധുനിക കോർപ്പറേറ്റ് കമ്പനികൾ, ലോകത്തെ എല്ലാ രഹസ്യാന്വേഷണ ഏജൻസികളൊക്കെ ഈ സൈക്കോമെട്രിക് റീഡിംഗ് വെച്ചാണ് ഇത്തരം കാര്യങ്ങൾ വളർത്തുന്നത്. ഞാൻ പഠിച്ച ഇംഗ്ലണ്ടിലെ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ ഞാൻ പ്രവീൺ പരമേശ്വർ നോക്കിയുണ്ട്. ഞങ്ങളുടെ കോഴ്സ് അക്കാഡമിയിലെ കമ്പനിയുണ്ട്, സുമേഷിക്ക് അറിയാം. ഞങ്ങളുടെ അവിടെ ഞങ്ങളെ ടീമുകളായി മാറ്റണമെങ്കിൽ പോലും ഈ സൈക്കോമെട്രിക്സ് അനാലിസിസ് ചെയ്യും. ഇനി എന്റെ മുത്തശ്ശനിലേക്കും മുത്തശ്ശിയിലേക്കും അച്ഛനിലേക്കും അമ്മയിലേക്കും വന്നാൽ എന്റെ അമ്മ അതിൽ ഇമോഷണൽ ഓറിയന്റഡ് ആയ വ്യക്തിയാണ്. അമ്മയുടെ പാത പ്രധാനമായും ഭക്തിയും പൂജയും പ്രാർത്ഥനയും അറിവുമാണ്. എന്നാൽ എന്റെ അച്ഛൻ ജ്ഞാനപ്രധാനമായ ജ്ഞാനയോഗത്തിന്റെ പാതയിൽ പോകുന്ന വ്യക്തിയാണ്, അദ്ദേഹത്തിന്റെ പാതയിൽ പോകുന്ന വ്യക്തിയാണ്. അച്ഛൻ പുസ്തകം വായിക്കും, ചിന്തിക്കും, തർക്കിക്കും, സംവാദം നടത്തും. എന്റെ പ്രസംഗം ഞാൻ എന്തുകൊണ്ടാണ് 28 മിനിറ്റ് സംസാരിക്കുന്നത് അറിയാം. 28 മിനിറ്റ് കഴിഞ്ഞാൽ എന്റെ അമ്മ പോലും എന്റെ പ്രസംഗം ചെയ്യില്ല. അപ്പോൾ മാധ്യമന്മാരെ ഒരു കാരണവശാലും കുറ്റം പറയാൻ കഴിയും. അമ്മ കുറെ നേരം പ്രസംഗിക്കാൻ പറയും, എന്തുവാണ് കുറെ നേരം പ്രസംഗം ചെയ്യുന്നത്. പക്ഷെ അമ്മ രാവിലെ വൈകിട്ട് വരെ ഭജനയ്ക്ക് ഇരിക്കും. ഒരു അരമണിക്കൂർ പ്രസംഗം കേൾക്കാൻ പറഞ്ഞാൽ അമ്മ ഇരിക്കില്ല. പക്ഷേ രാവിലെ വൈകിട്ട് വരെ ഭജനയ്ക്ക് ഇരിക്കും. എന്റെ അച്ഛൻ രാവിലെ തൊട്ട് വൈകിട്ട് വരെ പ്രഭാഷണിച്ചിരിക്കും. പക്ഷെ 10 മിനിറ്റ് ഭജനയൊക്കെ കഴിഞ്ഞാൽ പറയും, എന്ത് പാട്ട് പാടുന്ന കാര്യം എന്താണെന്ന് ചോദിക്കും. എന്റെ മുത്തശ്ശി സിറ്റുവേഷനൊക്കെ ആക്ഷൻ ഓറിയന്റഡ് ആൾക്കാരാണ്. കുറെ നേരം കഴിയുമ്പോൾ എന്ത് കാര്യമാണ് പ്രസംഗം, നമുക്ക് എന്തെങ്കിലും പ്രവർത്തിക്കാം, നമുക്ക് കണ്ടിരിക്കാം, സംഘടിപ്പിക്കാം, ഇത് സംഘടിപ്പിക്കാം എന്ന് പറയുന്ന നിങ്ങളുടെ ഇടയിലെല്ലാം ഉണ്ടാവും. നമ്മുടെ കുടുംബത്തിൽ കാണുന്ന ഓരോരുത്തരെ കുറിച്ചാണ്. നമ്മുടെ അച്ഛൻ, അമ്മ, സഹോദരി, സഹോദരൻ, മകൻ, മകൾ, ചേച്ചി, ചേട്ടൻ, ഇവരെല്ലാം ഈ 4 പ്രവണതകളുള്ളതായിരിക്കും. ശാസ്ത്രത്തിൽ അതിനെ ഫാക്ട്, ആക്ഷൻ, കോൺസെപ്റ്റ്, ഇമോഷൻ എന്ന് വിളിക്കും. നമ്മുടെ ഭാഷയിൽ നമ്മൾ അതിനെ ജ്ഞാനയോഗം, കർമ്മയോഗം, ഭക്തിയോഗം, രാജയോഗം അല്ലെങ്കിൽ ധ്യാനയോഗം എന്ന് വിളിക്കും. അതായിരുന്നു 2ാമത്തെ പോയിന്റ്. 3ാമത്തെ പോയിന്റ്, ശ്രീനാരായണ ഗുരുദേവന്റെ ഏറ്റവും വലിയ പ്രസക്തി, ലോക ആത്മീയ ചരിത്രത്തിലുള്ള പ്രസക്തി, ഈ 4 പാതകളുടെ സമന്വയം നമുക്ക് ബാക്കി പലരിലും കാണാൻ കഴിയും. ചട്ടമ്പി സ്വാമികൾ മഹാനായ ഇന്റലക്ച്വലാണ്. ചട്ടമ്പി സ്വാമികൾ അതുകൊണ്ടാണ് ജ്ഞാനമാർഗത്തിലും ഇന്റലക്ച്വൽ ഡിബേറ്റിലുമൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. യേശുദേവന്റെ പാത എടുത്താൽ അത് ഏറ്റവും കൂടുതൽ ഭക്തി പ്ലസ് കർമ്മമാണ്. അതായത് യഹോവയോടുള്ള അല്ലെങ്കിൽ അവരുടെ ഭഗവാനോടുള്ള ഭക്തി, പിന്നെ എന്നെ പോലെ വേലക്കാരനെ സ്നേഹിക്കുക, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുക. യേശുദേവന്റെ പാതയിൽ ഭക്തിയും ജ്ഞാനവുമാണ്. ബുദ്ധന്റെ പാത എടുത്താൽ കൂടുതൽ ജ്ഞാനവും ധ്യാനവുമാണ്. അതുകൊണ്ടാണ് ബുദ്ധനോട് ദൈവത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ ബുദ്ധൻ മറുപടി പറയില്ല. കാര്യം ബുദ്ധൻ മറ്റൊരു പാതയിൽ പോകുന്ന ബുദ്ധിയാണ്. ശ്രീനാരായണ ഗുരുദേവനിൽ കാണുന്ന ഏറ്റവും വലിയ സമന്വയം, ഭക്തി ഉള്ളവർക്ക് ഭക്തി കാണാൻ അദ്ദേഹത്തിന് കഴിയും. സഹോദരനെ പോലെ യുക്തിവാദിക്ക് തന്റെ ഗുരുവായി കാണാൻ കഴിയും. കർമ്മത്തിന്റെ പാതയിൽ ഏറ്റവും കൂടുതൽ സേവനവും സംഘടിച്ച് ശക്തരാകാനും വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും പറയാൻ അദ്ദേഹത്തിന് കഴിയും. അതേപോലെ നിന്നെ കാണുന്ന കണ്ണാടി പ്രതിഷ്ഠയിലൂടെ ഉള്ളിലേക്ക് നോക്കുന്ന ധ്യാനവും പഠിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്ന ഒരു സൈക്കോമെട്രിക് ബാലൻസ് ഒരു പക്ഷേ ലോക ആത്മീയ ചരിത്രത്തിൽ ഈ രീതിയിൽ ആരെങ്കിലും അവതരിപ്പിച്ചിട്ടുണ്ടോ സംശയമാണ്. വരും കാലഘട്ടങ്ങളിൽ ഒരുപക്ഷെ ശ്രീനാരായണ ഗുരുദേവൻ നമ്മുടെ നാട്ടിലല്ല ജനിച്ചിരുന്നെങ്കിൽ ലോക തലങ്ങളിൽ ഒരു ബുദ്ധനോ അല്ലെങ്കിൽ യേശുദേവനോ ആയിട്ട് അദ്ദേഹം ആദരിക്കപ്പെടേണ്ട മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ പൈതൃകങ്ങളിൽ ഒന്നാണ്. പലപ്പോഴും നമ്മുടെ മലയാളികളുടെ പ്രശ്നമാണ്, നമ്മുടെ നില നമ്മൾ തിരിച്ചറിയുന്നില്ലാത്ത പ്രശ്നമാണ് പലപ്പോഴും ശ്രീനാരായണ ഗുരുദേവന്റെ കാര്യത്തിൽ നമുക്ക് സംഭവിച്ചിട്ടുള്ളത്. ഞങ്ങളൊക്കെ വെളിയിൽ പഠിക്കുമ്പോൾ അവിടെ യൂണിവേഴ്സിറ്റികളോട് പറയും നമുക്കൊരു ശ്രീനാരായണ ചെയർ വേണം.